ഇന്ന് നസാറിനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ അവിടെ തന്നെ നിന്ന് വീട്ടിലേക്ക് വരാൻ നിന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോൾ അവർ വിളിക്കുന്നത്, ടീച്ചേഴ്സ് വിളിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നിന്ന് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്നാക്ക് ബ്രേക്ക് ആണെന്ന് തോന്നുന്നു. കുറേ കുട്ടികൾ പുറത്തുള്ള വന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ബെല്ലടിക്കുന്ന കേട്ടിട്ട് എല്ലാവരും ഓർഡറിലാണ് കേട്ടോ. അപ്പോൾ 11:30 മണിയായിന് നമ്മൾ ഒരു 5-6 പേര് അവിടെ തന്നെ നിന്നേന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പോയിനേനു. അപ്പോൾ ഒരു 11:45 തന്നെ എല്ലാവരും ഓരോരാളായിട്ട് വരാൻ തുടങ്ങി കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 11:45 കഴിഞ്ഞിന് കേട്ടോ ഇന്ന് വിടുമ്പോൾ. ഏകദേശം 12 മണിയാകാനായിന്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ഥലത്താണ് കേട്ടോ അവരെ കുട്ടികളെ LKG ക്ലാസ് ഉള്ളത്. കുട്ടികൾക്ക് നമ്മളെ കാണാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഈ ഒരു ക്ലാസ് ഉള്ളത്. നമുക്കും കാണാൻ പറ്റില്ല, കാണാൻ പറ്റൂല. അങ്ങനെ മറന്നുപോയാ, കണ്ടിട്ടില്ല. നാളെ ഫുള്ള് തിന്നണോ? കണ്ടത് ഭയങ്കര കരച്ചിലാണ്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവരുടെ സ്നാക്ക് ബോക്സും ബോട്ടിലൊക്കെ ഉണ്ടാകുന്ന നോക്കുമ്പോൾ സ്നാക്ക് ബോക്സ് ഇല്ല. പിന്നെ അത് എടുക്കാൻ വേണ്ടി പോയതാണ് അവന്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കളിക്കട്ടെ ഉമ്മാന്ന് ചോദിക്കാന്ന്. ഞാൻ പറഞ്ഞു അടാ അവര് കുറച്ച് വണ്ണുള്ള കുട്ടികളാണ്, നീ കുറച്ച് കുഞ്ഞാണ്, അതുകൊണ്ട് പിന്നെ കളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ കഥകൾ പറഞ്ഞിട്ട് നടക്കലാണ്. ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നടന്ന് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലെത്തി. ഞാൻ ആദ്യം ചോറിന് കുക്കറിൽ വെച്ച് പിന്നെയാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ദോശൻ്റെ മാവ് കൊണ്ട് ഞാനിങ്ങനെ 2 വെള്ളപ്പാക്കി. പിന്നെ ഇന്നലത്തെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, അതും കട്ടൻ ചായയും കൂടി ഞാൻ കഴിച്ച്. ഭയങ്കര വിശപ്പിനും കേട്ടോ. രാവിലെ പോയി ഇരുന്നല്ലേ 11:30-12 മണിയായിരുന്നു വീട്ടിലെത്തുമ്പോൾ. പിന്നെ നെസാരിക്ക് പിന്നെ സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാത്രം കഴിച്ച്. അത് കഴിഞ്ഞ് പിന്നെ നെസാരിക്ക് ചോറ് തരട്ടേന്ന് ചോദിച്ചേരം അവന് പറയുന്നത് പാഷൻ ഫ്രൂട്ടാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കലാന്ന്. കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കളറിലെ പാഷൻ ഫ്രൂട്ട് അങ്ങനെ പുളി ഉണ്ടാവില്ല. അപ്പോൾ പഞ്ചസാരൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ തണുപ്പ് പിടിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് അവനക്ക് കഴിക്കാൻ കൊടുക്കലാണ്. പുളിയുണ്ടാ ചോദിക്കുമ്പോൾ പുളിയില്ലാന്നാ പറയുന്നത്. പക്ഷെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ ചെറിയ പുളിയുണ്ട് എന്ന് തോന്നുന്നു. കുറച്ച് പഞ്ചസാര ഇട്ടോ, കുറച്ചുകൂടി. അങ്ങനെ അവന് 1, 2, 3 കഴിച്ചെന്ന് തോന്നുന്നു. ഞാനും ഒന്നും കൂടി കഴിച്ചു. അങ്ങനെ 4 തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര കുറവാന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് അങ്ങനെ അത് കഴിച്ച്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു 2 മണിയാവാൻ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിന്. സാമ്പാറും വറവും ചോറും പിന്നെ മാങ്ങ ഞാനിങ്ങനെ മുളകും ഉപ്പും വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടിട്ട് ഉടച്ചെടുത്തത്. നല്ല പഴുത്ത മാങ്ങ. മാങ്ങക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ല ഇന്നൊന്നും.